അല്ല NDA 16 കേട്ടോ. എന്ന് വെച്ചാൽ NDA മുന്നിട്ട് 2 സീറ്റുകൾക്ക് കൂടെ ലീഡ് ചെയ്യാണ്. വൈഷ്ണവ് ലീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? ആർഷൻ വീണ്ടും ലീഡ് നില മാറി മറിയുന്നു. NDAയുടെ ലീഡ് 16ലേക്ക് എത്തുന്നു. 14 എന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇടയ്ക്ക് ഇതിപ്പോൾ 16 എന്ന ഒരു മുന്നേറ്റത്തിലേക്ക് NDA എത്തുന്നു. UDFന്റെയും ലീഡ് കൂടുന്നുണ്ട്. 5 നിന്നും അത് 6ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു വിജയം ഉറപ്പിച്ചു പറയാൻ വേണ്ടി നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡായിരുന്ന മുടവൻ മുകളിൽ LDF സ്ഥാനാർത്ഥി 1800 വോട്ടിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ ലീഡ്. സ്വാഭാവികമായും അവിടെ ഒരു വിജയം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടെ വരുന്നു. നമുക്കറിയാം വൈഷ്ണവ് ഹൈക്കോടതിയിലടക്കം പോയി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ അംശു വാമദേവനാണ് നേരത്തെ നിലവിലെ കേശവാസുരം വാർഡ് കൗൺസിലർ അംശുവാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അംശു പുറകിലേക്ക് പോകുന്നു. അതേസമയം വലിയ മാറ്റം, അതായത് UDF ലീഡ് ചെയ്യുന്നത് ശ്രീകാര്യം, നാലാഞ്ചിറ, പട്ടം, നന്ദൻകോട്, പാളയം, വലിയതുറ എന്നിവിടങ്ങളിൽ പാളയത്ത് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ 6 അങ്ങനെ UDF ലീഡ് ചെയ്യുമ്പോൾ സൈനിക സ്കൂൾ, ചന്തവിള, ഞാണ്ടൂർക്കോണം, ചെമ്പേന്തി, പാങ്ങപ്പാറ, നേമം, മേലാങ്കോട്, ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട് പെരുന്താന്നി, ശ്രീകണ്ഠേശ്വരം, തമ്പാനൂർ എന്നിവിടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. ഈ തമ്പാനൂർ സതീഷിനെ നമുക്ക് ഓർമ്മയുണ്ടാകും. പഴയ കോൺഗ്രസ് നേതാവ് മുതിർന്ന കരുണാകരന്റെ സന്തോഷ സഹചാരിയായിരുന്ന തമ്പാനൂർ സതീഷ് പിന്നീട് BJPയിലേക്ക് ചേർന്നു. ആ തമ്പാനൂർ സതീഷ് ഇപ്പോൾ NDAക്ക് വേണ്ടി ഇവിടെ തമ്പാനൂർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഇപ്പോൾ മറ്റൊരു 17 ആക്കി ഉയർത്തിയിരിക്കുന്നു NDAയുടെ. തിരുവനന്തപുരത്ത് തീപ്പൊരി പോരാട്ടം തന്നെയാണ്. ലീഡുകൾ മാറി മറിയുന്ന കാഴ്ചകൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടം. LDF 13, NDA 17, UDF 7, അതറിന്റെ കോളത്തിൽ ഒന്ന് കാണുന്നുണ്ട്. LDF 13, NDA 17. NDA മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂരിലെ കാര്യങ്ങൾ ലെവിൻ, തൃശ്ശൂർ എന്താ കോർപ്പറേഷൻ സ്ഥിതി? ഫോൺ കട്ടായിപ്പോയി. തൃപ്പൂണിത്തുറയിൽ LDF NDA തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. LDF 7, NDA 6, UDF 3. തൃപ്പൂണിത്തുറ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് ഈ സമയം നമ്മൾ നോക്കുമ്പോൾ NDAയുടെ പ്രസൻസ് എന്നത് ശക്തമായി കേരളത്തിൽ എന്ന് തോന്നലുണ്ട് കേട്ടോ. അതിൽ കൂടുതലിടത്തേക്ക് അവർക്ക് നല്ല തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. LDF 8 UDF 3 NDA 1 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ശ്രീരാജ് ഉണ്ട്, പത്തനംതിട്ട ശ്രീരാജ്, ഈ ആദ്യത്തെ ഫലപ്രഖ്യാപനം വന്നതുപോലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലം, ഈ വിജയം വന്നതുപോലും പത്തനംതിട്ടയിൽ നിന്നാണ്. പന്തളത്തെ അടക്കം ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കണക്ട് പലരുടെയും ഫോൺ കട്ടാവുന്നുണ്ട്. നമ്മൾ ആ വിവരങ്ങൾ വരുന്നത് ഒരു കാര്യം, അതായത് NDA ഗ്രാമപഞ്ചായത്തിൽ 24 ഇടത്താണല്ലോ ഇപ്പോൾ ലീഡ് ചെയ്തത്. 2020 അവർക്ക് 23 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഭരണം അധികാരത്തെത്തിയിരുന്നത്, അവർ മുന്നിലെത്തിയിരുന്നത്. ഇപ്പോൾ അവർക്ക് ഭരണം 11 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷേ കഴിഞ്ഞ തവണത്തെ അതേ നമ്പറാണ് ഇപ്പോൾ. കഴിഞ്ഞ തവണ 23 ഇടത്തായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾ, ഇപ്പോൾ 24 ഇടത്ത്. ഒരൊറ്റ കാര്യം, ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇടുക്കിയിൽ നോക്കിയാൽ UDF 8 ഇടത്തും LDF 5 ഇടത്തും, അതായത് UDF ജില്ലാ പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന നിലയ്ക്ക് അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ജില്ലാ പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് എന്നാണ്. UDF കാസർഗോഡ് 5 ഇടത്ത് ലീഡ് ചെയ്യുന്നു, LDF 4 ഇടത്തും, മറ്റുള്ളവർ ഒരിടത്തും, NDA ഒരിടത്തും. അങ്ങനെയാണ്. അതായത് NDAക്ക് ഒരിടത്ത് ലീഡ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കാസർഗോഡാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒരു ഡിവിഷനിൽ മാത്രമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് NDA ലീഡ് ചെയ്യുന്നത്, അത് കാസർഗോഡാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDF 5 ഇടത്ത്, UDF 5 ഇടത്ത്, NDA 2 ഇടത്ത് പത്തനംതിട്ടയിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് അങ്ങനെയുള്ള ലീഡ് നില അവർക്ക് ഒരു കാര്യം ഞാൻ പറയാം.